ഹായ് ഹലോ ഇറ്റ്സ് മീ ജിൽമോൾ ഫ്രം ജിലിസ് ഡെയിലീസ് വ്ലോഗ്സ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു പുതിയ വീട് മേടിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ കോഴിക്കോട്ടെ ശനിയാഴ്ചയും അതോടൊപ്പം തന്നെ ഓശാന ഞായറാഴ്ചയും വിഷുവാണ്. അപ്പോൾ ഞങ്ങൾ ഈ ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് എൻജോയ് ചെയ്തതെന്നൊന്ന് നോക്കിയാലോ, മീൻസ് ആഘോഷിച്ചത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട്ടെ ശനിയാഴ്ച തൊട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കോഴിക്കോട്ടെ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ കോഴിക്കോട്ടെ ക്രിസ്ത്യാനികൾ പൊതുവെ എല്ലാ വീടുകളിലും തന്നെ കോഴിക്കോട്ടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കോഴിക്കോട്ടെ ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഞാൻ ആദ്യം കുറച്ച് നമ്മുടെ ശർക്കര എടുത്ത് അരിയുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് കുഞ്ഞ് അതിക്കിടക്ക് വന്ന് എൻ്റെ അടുത്ത് വന്ന് വർത്തമാനം പറയും, എൻ്റെ കയ്യിൽ ശർക്കര മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പം അത്യാവശ്യം ഒരു 2 ശർക്കരയുടെ അത്രയും 2 ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു 1.5 ഉണ്ട ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ശർക്കര നന്നായിട്ട് ചിരകി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങ ചിരണ്ടുക. ഞാനിപ്പോൾ തേങ്ങയാണ് ചിരണ്ടിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടാവാൻ വേണ്ടിയിട്ട്. കാരണം ഈ കുഴയ്ക്കുമ്പോൾ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് കോഴിക്കോട്ടയ്ക്ക് വേണ്ട വേറെ കുറച്ച് എൻ്റേതായ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മീൻസ് പൊടിക്കൈകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തയ്യാറാക്കിയാണ്. കൂടാതെ നമ്മൾ സുഗന്ധദ്രവ്യങ്ങളായിട്ടുള്ള നമ്മുടെ ഏലക്ക, പെരുംജീരകം, ജീരകം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ച് നന്നായിട്ട് എടുക്കുന്നുണ്ട്. മീൻസ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിക്കാറില്ല കേട്ടോ, ഞാനിങ്ങനെ ഇടിച്ചെടുക്കാറുള്ളൂ. എനിക്കതാണ് ഇഷ്ടം പൊതുവേ. അപ്പോൾ ഞാൻ അങ്ങനെ അതെല്ലാം ഇടിച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. എനിക്ക് പിന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടിയാലും മതി. കാരണം അതിൻ്റെ ഒരു മണവും ഫ്ലേവറും കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ബാക്കി പലർക്കും പല രീതിയിലായിരിക്കാം. ഓപ്ഷണലാണ് എന്തൊക്കെയാണ് ആഡ് ചെയ്യുക എന്നുള്ളത്. ഏലക്ക, പെരുംജീരകം, ജീരകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ കോഴിക്കോട്ടെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടിയും അതോടൊപ്പം തന്നെ തേങ്ങ, ശർക്കര അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അരിപ്പൊടി ആദ്യമേ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബേസണിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ തേങ്ങയും ശർക്കരയും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്യുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഞാനത് മാറ്റി വയ്ക്കുകയാണ്. ഒപ്പം തന്നെ ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യമേ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഏലക്ക ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞിട്ട് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അരിപ്പൊടിയിലായിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചൂടുവെള്ളം ഉണ്ടല്ലോ, ആ ചൂടുവെള്ളം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കുന്ന പാകത്തിലായിട്ട് കുഴച്ച് നല്ല രീതിയിൽ വെക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലോട്ട് നല്ല രീതിയിൽ പരത്തിയതിന് ശേഷം നല്ല രീതിയിൽ ഫില്ലിങ് ചെയ്ത് കൊടുത്തിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. മീൻസ് കോഴിക്കോട്ടെ രൂപത്തിൽ നമ്മൾ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഉരുട്ടിയെടുക്കേണ്ടത്. ചിലർ എണ്ണയൊക്കെ യൂസ് ചെയ്യും, ഓപ്ഷണലാണ്, ഇത് പേഴ്സണൽ കാര്യമാണ്. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് എന്താണെന്ന് വെച്ച് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഇഡ്ഡലി പാത്രമാണ് എടുത്തത്. ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്തോട്ട് എണ്ണയൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ കോഴിക്കോട്ടകളെല്ലാം അതിൻ്റെ അകത്തോട്ട് വെച്ചു. നമ്മൾ ആവി കയറ്റാനാണ് ഇനി അടുത്ത ഉദ്ദേശം. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് ഞാൻ നേരെ വെള്ളമൊക്കെ അപ്പച്ചമ്മീൻ്റെ അകത്ത് നിറച്ച് വെച്ചതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരുന്ന കോഴിക്കോട്ടയെല്ലാം ആ തട്ടെടുത്തിട്ട് പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി നല്ലൊരു പാത്രം അടപ്പ് കൊണ്ട് മൂടി അതിന് ആവി നല്ല രീതിയിൽ കയറ്റുക. കറക്റ്റ് പാകമാകുമ്പോഴത്തേക്കും നമുക്ക് ആവിയൊക്കെ നോക്കിയിട്ട് വെന്തോന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പം ഞാൻ കറക്റ്റ് പാകമൊക്കെ നോക്കിയിട്ട് കോഴിക്കോട്ട വാങ്ങിയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കോഴിക്കോട്ട. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ് ഈ കോഴിക്കോട്ട എന്ന് പറയുന്നത്. പിന്നെ കുഞ്ഞുമക്കൾക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ ആണെങ്കിലും കോഴിക്കോട്ട നിഷ്പ്രയാസം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓശാന പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ കുരുത്തോല പെരുന്നാളിൻ്റെ തൊട്ട് ദിവസം മുന്നേ ഉള്ള, അതായത് കോഴിക്കോട്ട ശനിയാഴ്ചയാണ് നമ്മൾ ഈ കോഴിക്കോട്ട ഉണ്ടാക്കുന്നത്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിലല്ല, നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റൊരാൾ നല്ലൊരു അഭിപ്രായം പറയുമ്പോഴാണ് നമുക്ക് സന്തോഷമാവുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഇതിൻ്റെ അഭിപ്രായം എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്ലൈ എന്താണെന്ന് നോക്കിയാലോ. എങ്ങനെയുണ്ട്?
നമ്മളുണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ വളരെ ടേസ്റ്റ് ഉണ്ട്, നല്ലതാണ്, സൂപ്പറാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഇനി അടുത്ത ദിവസത്തിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസം മോശാല ഞായറാഴ്ചയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അച്ചാച്ചൻ ഞാനും കുഞ്ഞാവയും കൂടെ കൂടിയിട്ട് പൂ പറിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഞാനും അച്ചാച്ചയും കുഞ്ഞുമാവയും കൂടെ കൂടിയിട്ട് വീട്ടിലുണ്ടായിരുന്ന എല്ലാ പൂക്കളും പറിച്ചിട്ട് ഞങ്ങൾ കവറിൻ്റെ അകത്താക്കി. ഈ അവസാന ഞായറാഴ്ച ഞങ്ങൾ പൂക്കളൊക്കെ പറിച്ച് പള്ളിയിൽ കൊണ്ടുപോകാറുണ്ട്. അതൊരു ചടങ്ങാണ്. അപ്പം നമ്മുടെ അങ്ങനെ പൂക്കൾ ശേഖരിക്കുന്നതാണ്. കുഞ്ഞിന് ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. കുഞ്ഞിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു അത്ഭുതമാണ് കേട്ടോ. കുഞ്ഞാവ എല്ലാം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. വളരെ സന്തോഷമായിരുന്നു കുഞ്ഞിന് പൂക്കളൊക്കെ പറിച്ചപ്പം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോവുകയാണ്. ഞാനും ഹസ്ബൻഡും കുഞ്ഞുവാവയും അതോടൊപ്പം തന്നെ എൻ്റെ അമ്മയും ഉണ്ട്. ഞങ്ങൾ എൻ്റെ ഇടവകയിലാണ് പോകുന്നത്. അത് ഇച്ചിരി ദൂരമുണ്ട് എൻ്റെ വീട്ടിൽ. അതായത് ഞങ്ങളിപ്പോൾ വീട് സ്ഥലം മേടിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും എൻ്റെ സ്വന്തം നാട്ടിലാണ് എൻ്റെ ഇടവക വരുന്നത്. അപ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം പോകുന്ന കാഴ്ചകളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണുന്നത്. വളരെ ഭംഗിയാണ്, നല്ല പ്രകൃതിരമണീയമായ സ്ഥലമൊക്കെയാണ് കാണാൻ. നല്ല രസമാണ്. ഒരുപാട് കാഴ്ചകളുണ്ട്. നല്ല മനസ്സിനെയും അതുപോലെ തന്നെ കണ്ണിനെയും കുളിർമണിയിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള വഴിയോര കാഴ്ചകളാണ്. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതുപോലെയുള്ള പ്രകൃതി രമണീയ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ വളരെ ഒരു സന്തോഷമായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്ന് ഞങ്ങൾ പള്ളിയിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. പള്ളി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് വളരെ ആക്റ്റീവായിരുന്നു. കുഞ്ഞ് പള്ളിക്കൂടെ ഓട്ടം ചാട്ടം ഒക്കെ ആയിരുന്നു. പിന്നെ പള്ളിയിലെ പ്രയറിലൊക്കെ ഞങ്ങൾ സംബന്ധിച്ച് പള്ളിയിൽ നിന്ന് ഞങ്ങൾ നേർച്ചക്കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മനസ്സിന് സന്തോഷമായിട്ട് ഞങ്ങൾ തിരികെ പോരുകയാണ്. കുരുത്തോല പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ കുരുത്തോലയാണിത്. അപ്പോൾ ഈ കുരുത്തോല ഞാൻ നേരെ ഞങ്ങളുടെ പ്രയർ യൂണിറ്റ് മുത്തിയമ്മേനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നിടത്തോട്ട് മുത്തിയമ്മയുടെ അടുത്തോട്ട് ഞങ്ങൾ കൊണ്ടുവച്ചു. മുത്തിയമ്മയ്ക്ക് സമർപ്പിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിനി അടുത്ത ദിവസത്തിലോട്ട് പോവാണ്. അടുത്ത ദിവസം എന്താണ്? വിഷുവാണ്. അപ്പോൾ വിഷു ആഘോഷം എങ്ങനെയാണെന്ന് നോക്കിയാലോ. പടക്കവും കമ്പത്തിലും പൂത്തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ വിഷു ആഘോഷിക്കുകയാണ് കേട്ടോ. കുഞ്ഞാവയ്ക്ക് അതൊക്കെ വളരെ ഇഷ്ടമാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ആളെല്ലാം നോക്കി കാണുന്നത്. പിന്നെ ഞാൻ കുഞ്ഞിനെ ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് നിർത്തിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പടക്കമൊക്കെ ആണല്ലോ, പൂത്തിരിയും കമ്പത്തിരിയൊക്കെ ആണല്ലോ, എന്തെങ്കിലും അപകടം ഉണ്ടായാലോ എന്നുള്ളൊരു പേടിയും കൊണ്ടും കുഞ്ഞിനെ ഞാൻ മാറ്റി. ഞങ്ങൾ രണ്ടുപേരും ഇച്ചിരി പുറകോട്ടാണ് നിന്നത്. പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് ഫാമിലിയൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഞങ്ങൾ വിഷുവൊക്കെ ആഘോഷിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് പെട്ടെന്ന് പറയാണ്, പെട്ടെന്ന് തന്നെ റെഡിയാവ്, നമുക്ക് പുറത്തൊന്ന് പോവാമെന്ന്. പിന്നെ ഞാനും കുഞ്ഞാമ്മയും പെട്ടെന്ന് തന്നെ റെഡിയായി. അങ്ങനെ ഞങ്ങൾ പുറത്തു പോയി കഴിഞ്ഞതിന് ശേഷം ഒരു അൽഫാം മന്തി മേടിച്ചിരുന്നു. അൽഫാം മന്തി മേടിച്ചിട്ട് ഞാനും കുഞ്ഞാവയും ഹസ്ബൻഡും കഴിക്കുകയാണ്. കുഞ്ഞാവയ്ക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ബിരിയാണി മന്തിയൊക്കെ ഇഷ്ടമാണ്. കുഞ്ഞ് പക്ഷേ ഉറങ്ങിയിരുന്നു. കടയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റ് ഹസ്ബൻഡിൻ്റെ തോളെ കിടക്കുകയാണ്. അപ്പം കുഞ്ഞും ഇച്ചാനും ഞാനും മന്തി കഴിക്കുകയാണ്. കുഞ്ഞിന് ഞാൻ വാരി കൊടുക്കുന്നുണ്ട്, ഇച്ചാനും വാരി കൊടുക്കുന്നുണ്ട്, കുറേശ്ശെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ. അപ്പോൾ ഈ 3 ദിവസം ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. നല്ല രീതിയിൽ ഞങ്ങളുടേതായ രീതിയിലൊക്കെ ഞങ്ങൾ ആഘോഷിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുടുംബത്തിലെ കുഞ്ഞു സന്തോഷങ്ങൾ. ഇപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാവേ. ബൈ. ടാറ്റാ.